നമുക്കൊപ്പം ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ മോഹൻ വർഗീസ്, ദിശനായിക ഏറെ മുന്നിലാണ് എന്ന് അറിയുന്നു. എങ്കിലും ആ മൂന്നിൽ നിന്ന്, പാർലമെന്റിലെ ആ 3 അംഗത്തിൽ നിന്ന് ഇനി എത്ര എന്ന് ഉറ്റുനോക്കുകയാണ് നമ്മൾ. ശ്രീലങ്കൻ പാർലമെന്റിൽ 225 അംഗങ്ങളാണുള്ളത്. അവിടെ കാര്യങ്ങൾ പ്രസിഡന്റിന് മുന്നോട്ടുള്ള ഭരണം സുഗമമാകണമെങ്കിൽ പാർലമെന്റിൽ നിയമനിർമ്മാണത്തിന് 2/3 ഭൂരിപക്ഷം പലപ്പോഴും ആവശ്യമായി വരും. അപ്പോൾ 225 അംഗ നിയമസഭയിൽ 123-ലധികം സീറ്റുകൾ നേടാൻ തീർച്ചയായും ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക്, അതായത് പ്രസിഡന്റിന്റെ കക്ഷിക്ക്, ജനതാ വിമുക്തി പെരുമന, ആ പാർട്ടി ഉൾപ്പെടുന്ന സഖ്യം, നാഷണൽ പീപ്പിൾസ് പവർ എന്നാണ് സഖ്യത്തിന്റെ പേര്, ആ സഖ്യത്തിന് സാധിക്കും. ഇപ്പോഴത്തെ നിലയിൽ എക്സിറ്റ് പോളുകൾ പ്രഡിക്ട് ചെയ്തതിനേക്കാൾ ഗംഭീരമായ ഭൂരിപക്ഷത്തിലേക്കാണ് നാഷണൽ പീപ്പിൾസ് പവർ നീങ്ങുന്നത്. 62.2% വോട്ടാണ് ആ സഖ്യത്തിനുള്ളത്. അങ്ങനെ വരുമ്പോൾ 196 സീറ്റിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, 225-ൽ. അപ്പോൾ അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും നാഷണൽ പീപ്പിൾസ് പവറിന് ലഭിക്കുകയും ബാക്കി വരുന്ന സീറ്റുകൾ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് ബാക്കി വന്ന സീറ്റുകളിലേക്ക് എല്ലാ പാർട്ടികൾക്കും ലഭിക്കുന്ന വോട്ട് ശതമാനത്തിന് ആനുപാതികമായി സീറ്റുകൾ നൽകുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ യഥാർത്ഥത്തിൽ 150ഓളം സീറ്റുകളിലേക്ക് ജനതാ വിമുക്തി പെരുമന നയിക്കുന്ന NPP, നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം, അതായത് അനുര ദിശനായക എന്ന പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന സഖ്യം, ആ സഖ്യം നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ പ്രസിഡന്റിന് ശക്തമായി തന്റെ സാമ്പത്തിക നടപടികളുമായി, കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ദേശസാൽക്കരണം ഒരു വലിയ വിഷയം തന്നെയാണ്. അതായത് ഒരു നാഷണൽ ഇന്റർവെൻഷൻ, ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ഉണ്ടാകണമെന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള പാർട്ടിയാണ് JVP. അതുകൊണ്ട് ഈ പൊതുവെ ഒരു ലിബറൽ നയങ്ങളോ അല്ലെങ്കിൽ യാഥാസ്ഥിക നയങ്ങളോ മാറ്റിവെച്ചതിന് ശേഷം കടക്കണിയിൽ പെട്ടു നിൽക്കുന്ന ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റുകളുമായി മുന്നോട്ട് പോകാൻ പ്രസിഡന്റിന് കരുത്തു പകരുന്ന ഒന്നാണ് ഈ ജനവിധി. കേവലം 3 അംഗങ്ങൾ മാത്രമാണ് JVPക്ക് ഔട്ട് ഗോയിങ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നടന്ന ഇലക്ഷനിൽ അത്ഭുതകരമായ വളർച്ച JVPയും NPPയും കാഴ്ചവെക്കുകയും അങ്ങനെ ഒരു സുസ്ഥിര ഭരണത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ $3 ബില്യൺ ബെയിൽ ഔട്ട് പാക്കേജാണ് IMF ശ്രീലങ്കയ്ക്ക് മുന്നിൽ വെച്ച് നീട്ടിയത്. അങ്ങനെയാണ് 2022-ലെ രാജപക്ഷ ഗവൺമെന്റ് പതനവും അതേ തുടർന്നുണ്ടായ വലിയ കലാപങ്ങളും, അങ്ങനെ IMF രംഗത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് പിടിച്ചു നിൽക്കാനായത്. അപ്പൊ ഈ കടബാധ്യതകൾ തീർക്കുക വലിയൊരു പ്രഹേളിക തന്നെയാണ്. അതെങ്ങനെയാണ് ദിശനായക സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാനാവുക എന്നതാണ് ഇനിയുള്ള ചോദ്യം. ഒരു സുസ്ഥിരമായ ഭരണത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. കാരണം ഒരു തീവ്ര ഇടതു സ്വഭാവമുള്ള ഒരു കക്ഷി ശ്രീലങ്കയിൽ എല്ലാ പാർലമെന്റിലും പ്രസിഡൻസിയിലും എല്ലാം അധികാരത്തിലിരിക്കുമ്പോൾ ചൈനയുമായ ബന്ധങ്ങൾ വളരെ കൂടുതൽ ദൃഢമാകാനുള്ള കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ വന്നാൽ ശ്രീലങ്ക ഒരു ചൈനീസ് വലയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ഇന്ത്യക്കത് സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിരീക്ഷണം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാരതവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശ്രീലങ്കയിലെ ഈ പുതിയ ഡെവലപ്മെന്റുകൾ. ശരി, വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ് ഞങ്ങളോട് സംസാരിച്ചു.